ഒക്ടോബർ 1 മുതൽ മലയാള സിനിമയിൽ സേവന വേതന കരാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ്. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും നിർമ്മാതാക്കൾ കത്തയച്ചു. അഭിനേതാക്കൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ സേവന വേതന കരാർ ഒപ്പിടണം എന്ന് നിർബന്ധമാണ്. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, ഒരു കലശം എന്നൊക്കെ പറയാമല്ലേ? കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു എന്ന കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ കാര്യമായി ഗൗരവത്തോടെ പരിഗണിച്ചിരിക്കുന്നു. അവർ അതിനുവേണ്ട ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ സുധീഷ്? സുധീപുള്ള ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ ലൈംഗിക ചൂഷണം സംബന്ധിച്ചും ഈ കരാറിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം പറ്റുന്ന എല്ലാവരും, അത് സിനിമ അഭിനേതാക്കളായാലും മറ്റ് സാങ്കേതിക വിദഗ്ധരായാലും എല്ലാം തന്നെ മുദ്രപത്രത്തിൽ കരാർ തയ്യാറാക്കണമെന്നതാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഒക്ടോബർ 1 മുതൽ തന്നെ ഇത് നടപ്പാക്കും എന്നതാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ച് അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ഇവർ നോട്ടീസും നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും 1 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഇവരുടെ ലെറ്റർ പാഡിലും അതിന് മുകളിലാണെങ്കിൽ മുദ്രപത്രത്തിലുമാണ് കരാർ ഒപ്പിടേണ്ടത്. അത്തരത്തിൽ ഒപ്പിടുന്ന കരാറിൽ സേവന വേതന വ്യവസ്ഥകൾ, അതിനു പുറമെയാണ് മയക്കുമരുന്ന് ഉപയോഗവും ലൈംഗിക ചൂഷണവും സംബന്ധിച്ചും പറയുന്നത്. ഇത്തരം സേവന വേതന കരാർ ഇല്ലാത്ത അവരുടെ കാര്യങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തൊഴിൽ തർക്കം ഉണ്ടായാൽ ഇടപെടത്തില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ പടി എന്ന നിലയിലാണ് ഇപ്പോൾ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒക്ടോബർ 1 മുതൽ തന്നെ ഈ തരത്തിലുള്ള കരാർ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾ, പുതിയ കരാറുകളെല്ലാം തന്നെ മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദീപുള്ള. ശരി സുധീഷ്, തുടർന്നുള്ള മണിക്കൂറുകളിൽ ലൈവ് റിപ്പോർട്ടിൽ അടക്കം ഇതിന്റെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുക.